അതെ, നമ്മളിന്ന് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയാവോ? തൃപ്പൂണിത്തറയിലാണ്. തൃപ്പൂണിത്തറയിൽ എന്തിനു വന്നെന്നറിയാമോ? ഹിൽ പാലസ് മ്യൂസിയം കാണാൻ. മനസ്സിലായില്ലേ? നമ്മുടെ നാഗവല്ലിയൊക്കെ നിറഞ്ഞാടിയ മാടമ്പള്ളി കാണാൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോയാലോ? അപ്പോൾ ഇതാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് മ്യൂസിയം. ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ 50 രൂപയുടെ പാസ് എടുത്ത് വേണം കേട്ടോ മുകളിലേക്ക് പോകാനായി. ചെറിയ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയാണ്, അല്ലാതെ മുതിർന്നവർക്ക് 50 രൂപ. പിന്നെ അകത്ത് വലിയൊരു പാർക്കിംഗ് സൗകര്യമുണ്ട്. അത് ബസ്സുകൾക്ക് 50 രൂപ, കാറുകൾക്ക് 30 രൂപ, 2 വീലറുകൾക്ക് 10 രൂപ. ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഇതുകൊണ്ട് വലിയൊരു കുളം. ഈ കുളത്തിന് നല്ല വലുപ്പം കേട്ടോ. ഇതിൻ്റെ ഇടത് സൈഡിലൊരു കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗാർഡനകത്തൂടെ മുകളിലോട്ട് കയറി പോവാണ്. നല്ല ഗാർഡനാണ് കേട്ടോ. ഭയങ്കര രസമാണ്. കുറേ പൂക്കളും. പിന്നെ ഇത് നന്നായിട്ട് ഇവരിത് പരിപാലിക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അതാണ് എടുത്തു പറയേണ്ട കാര്യം. നല്ല രസമുണ്ട് ഇതിനകത്തൂടെ നടക്കാൻ. ഈ ഗാർഡനകത്തൂടെ ഒരുപാട് വലിയ ഗാർഡനാണ് കേട്ടോ. കുറേ തരം ചെടികളും പൂക്കളും ബട്ടർഫ്ലൈ ഒക്കെ ഇരിക്കുന്നുണ്ടോ. ഒരുപാട് ചെടികളും ഉണ്ട് കേട്ടോ. നല്ല രസമായി ഈ ഗാർഡനകത്തൂടെ നടക്കാൻ. അങ്ങനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് ഹിൽ പാലസ് മ്യൂസിയം. ഇതുണ്ടോ, നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. ഇതിൻ്റെ ഇതുണ്ടോ, ഈ ടാറിട്ട വഴി അവിടെ കറങ്ങി പോയി കഴിഞ്ഞാൽ പാലസിൻ്റെ അടുത്ത് പോയി പാർക്ക് ചെയ്യാം. ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മൾ നടന്ന് കയറി വന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിരിക്കുക. ഇനി കുറച്ച് സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? മണിച്ചിത്രത്താഴിലെ ഇന്നസെൻറ്റും ഗണേശനും കൂടെ കയറി വരുന്ന ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചെടുത്താ കണ്ടോ. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഈ സ്റ്റാച്ചു ഒക്കെ ആ സിനിമയിലും കാണിച്ചിട്ടുണ്ട്. ഈ കയറി വരുന്ന സ്ഥലത്തെ സ്റ്റാച്ചു ഒക്കെ. ആരേത് തുറന്നത്? മുകളിൽ കയറി വന്നു കഴിഞ്ഞ് നമ്മൾ ഇടത് സൈഡിൽ ഒരു ക്ലോക്ക് റൂമുണ്ട്. ആ ക്ലോക്ക് റൂമിൽ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ഈ പാലസിനകത്തോട്ട് കയറാനായിട്ട്. ആ ക്ലോക്ക് റൂമിൽ നിന്ന് പാലസിനകത്തോട്ട് കയറാനുള്ള വഴിയാണ്. ആ മാറ്റിട്ടിരിക്കുന്നത് നന്നായി, കാരണം ചൂട് കാരണം കാല് പൊള്ളിപ്പോകുന്ന ചൂടായിരുന്നു അവിടെ. അതുകൊണ്ടാന്ന് തോന്നുന്നു ആ മാറ്റം അവർ അവിടെ ഇട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം ഈ മ്യൂസിയം അവധിയാണ് കേട്ടോ. വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണേ. കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണകേന്ദ്രവുമായിരുന്നു ഈ പാലസ് കേട്ടോ. 51.75 ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. 1865 ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. 1981 കൊച്ചി രാജകുടുംബം കേരള സർക്കാരിന് ഈ കൊട്ടാരം കൈമാറി കേട്ടോ. 1986 മ്യൂസിയമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. വലുതും ചെറുതുമായ 49 കെട്ടിടങ്ങളാണ് കേട്ടോ ഈ പാലസിനുള്ളിലുള്ളത്. സംസ്ഥാന ആർക്കിയോളജിക്കൽ വിഭാഗം 1981 കൊട്ടാരം ഏറ്റെടുത്തത് കേട്ടോ. പരമ്പരാഗത രീതിയിലാണ് കേട്ടോ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. 49ഓളം കെട്ടിടങ്ങൾ ഈ കൊട്ടാരത്തിനുണ്ട് കേട്ടോ. എല്ലാം പരമ്പരാഗത രീതിയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ ഊരി നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവാം കേട്ടോ. ഇത് കൊട്ടാരത്തിൻ്റെ മേളിൽ നിന്നുള്ള ഒരു ടോപ്പ് വ്യൂ ആണ്. കാരണം മേളിൽ നിന്ന് നോക്കുമ്പം എന്ന ഗാർഡൻ കണ്ടോ, എത്രയോ ഏക്കർ സ്ഥലത്ത് നല്ല രസമാണ് മേളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഗാർഡൻ കാണാനായിട്ട് തന്നെ. നമ്മൾ കൊട്ടാരത്തിനകത്തോട്ട് കയറി കഴിയുമ്പോൾ അത് രാജാവിൻ്റെ സിംഹാസനമാണ് കേട്ടോ. പഴയ കാലത്തെ ലൈറ്റുകൾ, ഹാങ്ങിങ് ലൈറ്റുകൾ. ഇനി ഈ തറയോടുകൾ കണ്ടോ, ഭയങ്കര മിനുസമാണ് കേട്ടോ. നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നു. ഇതൊക്കെ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഫോട്ടോ മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സ്ഥലം മനസ്സിലായോ? 3-ാം മുറയ്ക്കകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഈ സ്ഥലമാണ്. രാജകുടുംബത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടേ. പലതരം പെയിൻറ്റിങ്ങുകൾ, നാണയങ്ങൾ, ആയുധങ്ങൾ, പുരാതന വസ്തുക്കൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് പഴയ കാലത്തെ പല്ലക്ക്, വണ്ടികൾ, പഴയ കാലത്തെ വണ്ടികൾ. ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും? ഇതാണ് ചിത്രവധക്കൂട് കേട്ടോ. പഴയ കാലത്തെ കുറ്റവാളികളെയൊക്കെ പിടിച്ച് ഈ കൂടിനകത്തിട്ട് അടച്ചിട്ട് എവിടെയെങ്കിലും കെട്ടിത്തൂക്കും. അത് മിക്കവാറും പൊതുജന മധ്യത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കത്തില്ല. അപ്പം പക്ഷികളോ മൃഗങ്ങളൊക്കെ വന്ന് കൊത്തിയും ഇതുമായിട്ട് അവർ അവസാനം ദയനീയമായിട്ട് മരിക്കും. കുറേ ദിവസങ്ങളെടുത്ത് ഇവരെ നരകിപ്പിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന പോലെ എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത് നിൽക്കുകയല്ലേ അന്നത്തെ ഒരു കാലം. ഈ വാതിലുകളും ജനലും ഒക്കെ ഉണ്ടല്ലോ, നല്ല രസമാണ്. ഇതൊക്കെ സിനിമയിലുണ്ട് കേട്ടോ. മണിച്ചിത്രത്താഴിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്.
മണിച്ചിത്രത്താഴ് കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തുമാണ്. ഇത് മനസ്സിലായോ? തോറയാണ് കേട്ടോ, അതായത് ആടിൻ്റെ തോല് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ പേപ്പർ നിർമ്മിച്ചിരിക്കുന്നത്. ആട്ടിൻ തോല് വെച്ചിട്ടാണ് തോറ എന്ന് ഇതിന് പറയുന്നത്. ആട്ടിൻ തോല് വെച്ചിട്ടാണ് ഇതിൻ്റെ പേപ്പർ നിർമ്മിച്ചിരിക്കുന്നത്. അതിലാണ് എഴുതിയിരിക്കുന്നത് ആട്ടിൻ്റെ തോലിൽ. ഇത് കണ്ടോ, ഇതുപോലത്തെ കുറേ കെട്ടിടങ്ങൾ, 49ഓളം കെട്ടിടങ്ങൾ ഈ കൊട്ടാരത്തിനുണ്ട് കേട്ടോ. എല്ലാം പരമ്പരാഗത രീതിയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പടവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മണിച്ചിത്രത്താഴിൽ നിങ്ങൾ കണ്ടതായിട്ട് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ തന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. അതിനെന്താ ചെയ്യേണ്ടത്? നോക്കാം. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിലും ഈ ഏവൂരെന്ന് പറയുന്ന സ്ഥലം എവിടെ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട, അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ, 10-70 കിലോമീറ്റർ ഉണ്ട്, ബസ്സിലേ പറ്റൂ. ഈ പടം ഇറങ്ങി പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, താഴെ അകത്തൊരു കുളം കൂടെ ഉണ്ട് കേട്ടോ. ഇത് വെളിയിൽ നമ്മൾ കണ്ട ആ കുളം അല്ല, അല്ലാതെ അകത്തൊരു കുളമുണ്ട്. ഇവിടെയാണ് സുധീഷ് വന്ന് ഈ കുളത്തിലേക്കാണ് ചാടുന്നത് മണിച്ചിത്രത്താഴിൽ. ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. പരമ്പരാഗത രീതിയിലുള്ള ഒരുപാട് ട്രഡീഷണൽ ഇതുണ്ട്. തൂണുകളൊക്കെ കണ്ടോ, തൂണുകൾ, പണ്ടത്തെ രീതിയിലുള്ള ഇത്, തുളസിത്തറ, നടുമുറ്റം, ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പാലസിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഇതുണ്ട്, ആ വഴി അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ സൂ ഉണ്ട് കേട്ടോ. മാൻ പാർക്ക്, മാനുകളും മ്ലാവുകളും കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് കണ്ടോ, കുറേ മാനുകളുണ്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ ഇലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് വന്ന് മേടിക്കും. കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും. കാരണം കുറേ മാനുകളുണ്ട് കണ്ടോ. എന്തെങ്കിലും ഇലയൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓടി വന്നത് മേടിക്കും. മാനുകൾ കുറേ ഉണ്ട് അതിനകത്ത്. പിന്നെ മ്ലാവുകളും ഉണ്ട്. അത് ഇച്ചിരി ദൂരത്തിൽ അപ്പുറത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. ഈ മാനുകൾ നിൽക്കുന്ന സ്ഥലം ഒരു വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ഷെൽട്ടർ പോലെ അതിൻ്റെ ബാക്കിൽ കാണുന്നില്ലേ. ഈ പാലസിൻ്റെ വെളിയിലാണെങ്കിൽ തന്നെ ഒട്ടും വെയിലൊന്നുമില്ല കേട്ടോ. ഈ നിറച്ച് മരങ്ങളായതുകൊണ്ട് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ, സമാധാനപരമായിട്ട് ഇരിക്കാനായിട്ട്. അപ്പം കൊച്ചിയിലെത്തുമ്പോൾ നിങ്ങൾ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം എന്താണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസ്.